Hi students, welcome to chemistry class. Today we are going to discuss our last section. നമ്മൾ സെക്കൻഡ് ചാപ്റ്ററിലെ ലാസ്റ്റ് സെക്ഷൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ ആറ്റംസ് എന്താണെന്നും അതുപോലെ മോളിക്യൂൾസ് എന്താണെന്നുള്ളത് പറഞ്ഞിരുന്നു. ഒന്നുകൊണ്ട് അത് റിവൈസ് ചെയ്യാം. ആറ്റംസ് ഒരു എലമെൻറ്റിൻ്റെ ബേസ് ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. ഒരു എലമെൻറ്റ് ഇപ്പോൾ ഇത് ഹീലിയമാണ്, ഹീലിയത്തിൻ്റെ ആറ്റമാണ് ഈ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളത്. ഇത് നിയോണിൻ്റെ ആറ്റമാണ്, ഇത് ഓക്സിജൻ ആറ്റം, ഇത് ഹൈഡ്രജൻ്റെ ആറ്റം, സൾഫർ, അതുപോലെ ഫോസ്ഫറസ്. അതായത് ഒരു ആറ്റത്തിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ്, എലമെൻറ്റിൻ്റെ ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിളിനെയാണ് നമ്മൾ ആറ്റം എന്ന് പറയുന്നത്. അതിപ്പോൾ നമ്മളൊരു സൾഫറിൻ്റെ ബ്ലോക്കിനെ നമ്മൾ സ്മോൾ പോർഷൻസ് ആക്കി കഴിഞ്ഞാൽ നമ്മളതിനെ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സ്മോൾ പോർഷൻസ് ആക്കി നമ്മൾ അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള പാർട്ടിക്കിൾ, അത് സൾഫറിൻ്റെ ഈ സൾഫർ ബ്ലോക്കിന് എന്തെല്ലാം പ്രോപ്പർട്ടീസ് ഉണ്ടോ ആ പ്രോപ്പർട്ടീസ് എല്ലാം ഈ ഒരു സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിനും അതിന് ഉണ്ടായിരിക്കും. അത്തരത്തിലുള്ള ആ എല്ലാ പ്രോപ്പർട്ടീസും അടങ്ങിയിട്ടുള്ള ഏറ്റവും സ്മോളസ്റ്റ് ആയിട്ടുള്ള ആ എലമെൻറ്റിൻ്റെ പാർട്ടിക്കിളിനെയാണ് ആറ്റം എന്ന് പറയുന്നത്. എല്ലാ മാറ്ററിൻ്റെയും ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് ആറ്റത്തിനെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. ഇനി മോളിക്യൂളിൽ നമ്മൾ എന്താ പറഞ്ഞിരുന്നത്? ഇൻഡിപെൻഡൻ്റ് ആയിട്ട്, അത് ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ കഴിയുന്ന ഒരു ആ സ്മോളസ്റ്റ് പാർട്ടിക്കിളിനെയാണ് നമ്മൾ മോളിക്യൂൾസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ കഴിയുന്ന ഏറ്റവും സ്മോളസ്റ്റ് പാർട്ടിക്കിൾസിനെയാണ് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നത്. നമ്മൾ പറഞ്ഞു എല്ലാ ആറ്റത്തിനും സിംഗിൾ ആയിരിക്കുന്ന സമയത്ത് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് അത് ഫ്രീ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. നമ്മൾ പറഞ്ഞു സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ കഴിയില്ല നമ്മൾ പറഞ്ഞു. സിംഗിൾ ആയിട്ട് സ്റ്റേബിൾ ആയിട്ട്, അതായത് ഇൻഡിപെൻഡൻ്റ് ആയിട്ടാണ് സ്റ്റേബിളായി നിൽക്കുക. ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ എല്ലാ ആറ്റത്തിനും സിംഗിൾ ആയിരിക്കുന്ന സമയത്ത് അതിന് സ്റ്റേബിളായി നിൽക്കാനുള്ള കേപ്പബിലിറ്റി ഇല്ല. അപ്പോൾ ചില ആറ്റംസ് ഒന്നുകിൽ രണ്ട് ആറ്റംസ് കൂടിയിട്ടോ അല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ ആറ്റംസ് കൂടിയിട്ടോ കമ്പൈൻ ചെയ്തിട്ടായിരിക്കും അവ എക്സിസ്റ്റ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ സിംഗിളായിട്ട് നിൽക്കാൻ കഴിയുന്ന രണ്ട് ആറ്റംസിനെയാണ് നമ്മൾ ഹീലിയം നിയോണും അത് സിംഗിളായി തന്നെ അതിന് സ്റ്റെബിലിറ്റി ഉണ്ട്. സിംഗിളായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സ്റ്റെബിലിറ്റി ഉള്ള രണ്ട് ആറ്റംസ് ആണ് ഹീലിയവും നിയോൺ എന്ന് പറയുന്നത്. അതുപോലെ ഓക്സിജൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഒരു ആറ്റം ആയിരിക്കുന്ന സമയത്ത് അതിന് സ്റ്റെബിലിറ്റി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് തന്നെ സ്റ്റെബിലിറ്റി നിൽക്കാൻ കഴിയില്ല, അത് സ്റ്റെബിലിറ്റി ഇല്ല. സോ അത് ഒരു ഓക്സിജൻ ആറ്റവുമായിട്ടും മറ്റൊരു ഓക്സിജൻ ആറ്റവുമായിട്ട് ചേർന്ന് O2 ആയിട്ടാണ് അത് ഇൻഡിപെൻഡൻ്റ് O2 ആകുമ്പോഴാണ് അത് ഇൻഡിപെൻഡൻ്റ് ആയി നിൽക്കാൻ കഴിയുന്നത്. സോ ഓക്സിജൻ്റെ മോളിക്യൂൾ എന്ന് പറയുന്നത് O2 ആണ് ഓക്സിജൻ്റെ മോളിക്യൂൾ. സോ ഒരു ഓക്സിജൻ മോളിക്യൂളിൽ എത്ര ഓക്സിജൻ ആറ്റംസ് വരുന്നുണ്ട്? അത് 2 ഓക്സിജൻ ആറ്റംസ് വരുന്നുണ്ട്. ഈ 2 റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് ഉണ്ട് എന്നുള്ളതാണ് ഈ ഒരു നമ്പർ സബ്സ്ക്രിപ്റ്റ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇവിടെ ഹൈഡ്രജൻ്റെ കേസിലും ഒരു ഹൈഡ്രജൻ ആയിരിക്കുന്ന സമയത്ത് അതിന് സ്റ്റെബിലിറ്റി ഇല്ല. സോ ഹൈഡ്രജനെ മറ്റൊരു ഹൈഡ്രജൻ ആറ്റവുമായി കമ്പൈൻ ചെയ്തിട്ടാണ് H2 ആവുന്ന സമയത്താണ് അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നത്. സോ ഹൈഡ്രജൻ്റെ മോളിക്യൂളാണ് H2 എന്ന് പറയുന്നത്. ഇവിടെയും ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ ഹൈഡ്രജൻ മോളിക്യൂളിൽ എത്ര ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്? അത് ഇവിടെ എത്രയാണോ നമ്പർ റെപ്രസെൻ്റ് ചെയ്യുന്നത് അത്രത്തോളം ആറ്റംസ് അതിലുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. ഇവിടെ 2 ആണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഈ ഒരു ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് ആണ് ഇവിടെ പ്രസൻ്റ് ആയിട്ടുള്ളത്. ഇനി ഇവിടെ ഈ സൾഫറിൻ്റെ കേസിൽ മോർ ദാൻ 2 സൾഫർ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അത് സൾഫർ S8 ആയിരിക്കുന്ന സൾഫർ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് സൾഫറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. സോ സൾഫറിൻ്റെ മോളിക്യൂൾ എന്ന് പറയുന്നത് S8 ആണ്. സോ ഇതൊരു സൾഫറിൻ്റെ ഒരു മോളിക്യൂളാണ് S8 എന്ന് പറയുന്നത്. അതിൽ എത്ര ആറ്റംസ് കമ്പൈൻ ചെയ്യുന്നുണ്ട്? 8 സൾഫർ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് സൾഫറിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ആയിട്ട് സ്റ്റേബിൾ ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. ഇനി അതുപോലെ ഫോസ്ഫറസിൻ്റെ മോളിക്യൂള് P4 ആണ്. അത് 4 ഫോസ്ഫറസ് ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഫോസ്ഫറസ് മോളിക്യൂള് ആയി മാറുന്നത്, അത് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ സാധിക്കുന്നുള്ളൂ. സോ ഇവിടെ ഒരു മോളിക്യൂൾ ഫോസ്ഫറസിൽ 4 ഫോസ്ഫറസ് ആറ്റംസ് വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഈ ഒരു നമ്പറിനെ ബേസ് ചെയ്തിട്ട് എത്രത്തോളം ആറ്റംസ് ഒരു മോളിക്യൂളിൽ എത്ര ആറ്റംസ് വരുന്നുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു ക്ലാസിഫിക്കേഷൻ നടത്താം. ഫസ്റ്റ് ക്ലാസിഫിക്കേഷനിൽ നമുക്ക് നോക്കാം ഹീലിയവും നിയോണും, പിന്നെ O2 H2 S8
അതുപോലെ P4. ഇത് ശ്രദ്ധിക്കുക, ഇതിൽ ഹീലിയം നിയോണും അത് സിംഗിൾ ആറ്റം ആയിരിക്കുന്ന സമയത്ത് തന്നെ ഹീലിയത്തിനെ നിയോണിൻ്റെ മോളിക്യൂൾസും അതുപോലെ ആറ്റംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരേ രീതിയിലാണ്. അത് തന്നെ സിംഗിൾ ആയിരിക്കുന്ന സമയത്ത് തന്നെ അതിന് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. സോ അത്തരത്തിൽ ഒരു ആറ്റം മാത്രമുള്ള മോളിക്യൂൾ നമുക്ക് മോണോ അറ്റോമിക് എന്ന് വിളിക്കാം. ഇതുപോലെ സിംഗിൾ ആയിട്ടുള്ള ആറ്റംസ് ഉള്ളതിനെ നമ്മൾ മോണോ അറ്റോമിക് എന്ന് വിളിക്കുന്നുണ്ട്. ഇൻ മോണോ അറ്റോം മോളിക്യൂൾ ദ നമ്പർ ഓഫ് ഗിവൺ ഓൺ ദ ലെഫ്റ്റ് സൈഡ് സിമ്പിൾ ഇൻഡിക്കേറ്റ് നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ആറ്റം. അതായത് മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇവിടെ എത്ര ഒന്നും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തിട്ടില്ല. അത് ഇവിടെ വൺ ആറ്റമാണ് ഇതിലുള്ളതെന്നാണ് നമ്മൾ പറയുന്നത്. മോണോ ആറ്റം മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ വൺ ആറ്റമാണ് അവിടെ ആ മോളിക്യൂളിൽ കണ്ടെയ്ൻ ചെയ്യുന്നത്. വൺ ആറ്റമാണ് കണ്ടെയ്ൻ ചെയ്യുന്നത്. ഇനിയും ഓക്സിജൻ്റെ കേസിലും ഹൈഡ്രജൻ്റെ കേസിലും നമ്മൾ പറഞ്ഞു ഈ ലെഫ്റ്റ് സൈഡിൽ ഇവിടെ റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിലടങ്ങിയുള്ള ആറ്റംസിൻ്റെ എത്ര എണ്ണം ആറ്റംസ് ഉണ്ടെന്നതാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും ഹൈഡ്രജൻ്റെയും കേസിൽ 2 ആറ്റംസ് ആണ് ഒരു മോളിക്യൂളിലുള്ളത്. ഇത് 1 മോളിക്യൂളിനെ റെപ്രസെൻറ്റ് ചെയ്ത് 1 മോളിക്യൂൾ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഓക്സിജൻ മോളിക്യൂളിൽ 2 ഓക്സിജൻ ആറ്റംസ് ഉണ്ട്. അതുപോലെ 1 ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്. സോ ഇവിടെ ഈ കാറ്റഗറിയിൽ നമുക്ക് ഡൈ അറ്റോമിക് മോളിക്യൂൾ എന്ന് വിളിക്കാം. ഡൈ എന്ന് പറഞ്ഞാൽ 2 ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. ഇനി ഇതിൽ മോർ ദാൻ 2 സൾഫറും ഫോസ്ഫറസ് എല്ലാം മോർ ദാൻ 2 ആറ്റംസ് ആണ് വരുന്നത്. 2 കൂടുതൽ ആറ്റംസ് കമ്പൈൻ ചെയ്യുമ്പോഴാണ് സൾഫറിൻ്റെ ഒരു മോളിക്യൂൾ നമുക്ക് കിട്ടുന്നത്. അതുപോലെ 4 ഫോസ്ഫറസ് മോളിക്യൂൾ കമ്പൈൻ ചെയ്യുമ്പോഴാണ് ഫോസ്ഫറസിനെ 1 മോളിക്യൂൾ നമുക്ക് കിട്ടുന്നത്. സോ ഈ കാറ്റഗറിയിൽ നമുക്ക് പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. പോളി അറ്റോമിക് മോളിക്യൂൾ. പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്ന് വെച്ചാൽ അപ്പോൾ സിംഗിൾ ആയിട്ടുള്ള ആറ്റംസ് ഉള്ള മോണോ അറ്റോമിക് മോളിക്യൂൾ 2 ആറ്റംസ് വരുന്ന ഒരു മോളിക്യൂളിൽ 2 ആറ്റംസ് വരുന്നതിങ്ങനെ ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. മോർ ദാൻ 2 ആണെങ്കിൽ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. ദ എലമെൻറ്റ്സ് ലൈക്ക് ഹീലിയം, നിയോൺ, ആർഗൺ എക്സെട്ര ആർ സീൻ നാച്ചുറൽ സിംഗിൾ ആറ്റംസ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ദേ ആർ മോണോ അറ്റോമിക് മോളിക്യൂൾസ്. അവയെ മോണോ അറ്റോമിക് മോളിക്യൂൾസ് എന്ന് വിളിക്കുന്നു. നെക്സ്റ്റ് എലമെൻറ്റ്സ് ലൈക്ക് ഹൈഡ്രജൻ, ഓക്സിജൻ ആർ ഡൈ അറ്റോമിക് മോളിക്യൂൾസ്. അതാണ് 2 ആറ്റംസ് ആണ് ഒരു അല്ലെങ്കിൽ ചേരുമ്പോഴാണ് 1 മോളിക്യൂൾ മാറുന്നത്, 1 മോളിക്യൂൾ ആവുന്നത്. ആ 1 മോളിക്യൂൾ ആയിട്ടാണ് അതിന് സ്റ്റേബിളായിട്ട് നാച്ചുറൽ കാണപ്പെടുന്നത്. ഇനി അതുപോലെ സൾഫർ, സം എലമെൻറ്റ്സ് ഓഫ് മോളിക്യൂൾ മോർ ദാൻ 2 ആറ്റംസ്, സം എലമെൻറ്റ്സ് എക്സിസ്റ്റ് ആസ് എ മോളിക്യൂൾ ഓഫ് മോർ ദാൻ 2 ആറ്റംസ്. 2 കൂടുതൽ ആറ്റംസ് അടങ്ങിയുള്ള മോളിക്യൂൾസ് ആയിട്ടാണ് ചില എലമെൻറ്റ്സ് നമുക്ക് നാച്ചുറൽ കാണപ്പെടുന്നത്. അതിന് എക്സാമ്പിളാണ് ഫോസ്ഫറസും സൾഫറും. അവയെ പോളി അറ്റോമിക് മോളിക്യൂൾസ് എന്നാണ് വിളിക്കുന്നത്. മോളിക്യൂൾസ് വിത്ത് only one atom are called monoatomic molecules. Those with 2 atoms each are called two atoms ഉള്ളതിനെ diatomic molecules എന്ന് വിളിക്കുന്നു. With more than 2 atoms are called polyatomic molecules. അപ്പോൾ ഈ ക്ലാസിഫിക്കേഷന് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് ഇതിൽ നെക്സ്റ്റ് ആറ്റംസിനെയും മോളിക്യൂൾസിനെയും റെപ്രസെൻറ്റേഷനാണ് പഠിക്കാനുള്ളത്. മെത്തേഡ് ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. റെപ്രസെൻറ്റേഷൻ ഓഫ് ആറ്റംസ് ആൻഡ് മോളിക്യൂൾസ്. ആറ്റംസിൻ്റെയും മോളിക്യൂൾസിൻ്റെയും റെപ്രസെൻറ്റേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. നമുക്ക് നോക്കാം. ഇതിൽ ഹീലിയത്തിൻ്റെ ഇത് ഹീലിയം ആറ്റമാണ്. ഹീലിയത്തിൻ്റെ മോളിക്യൂളിനെ നമ്മൾ ഈ രീതിയിൽ തന്നെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഓക്സിജൻ, നെക്സ്റ്റ് ഹൈഡ്രജന്, ദെൻ S8. ഇത് ഹീലിയത്തിൻ്റെ മോളിക്യൂളാണ്, ഓക്സിജൻ്റെ മോളിക്യൂളാണ്, ഹൈഡ്രജൻ്റെ മോളിക്യൂളാണ്, സൾഫറിൻ്റെ മോളിക്യൂളാണ്. ഇതിൽ നമ്മൾ ഇത് 1 ഓക്സിജൻ മോളിക്യൂളാണ്, 1 ഹൈഡ്രജൻ മോളിക്യൂള്. അത് 1 എഴുതാത്തത് അത് ഇങ്ങനെ സിംഗിളായിട്ട് O2 H2 S8 എന്നൊക്കെ എഴുതി കഴിഞ്ഞാൽ അതിന് മീനിങ് 1 മോളിക്യൂൾ തന്നെയാണ്. അത് ആ 1 അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. സോ ഇവിടെ ഹീലിയത്തിൻ്റെ 1 മോളിക്യൂളും നമ്മൾ പറഞ്ഞിരുന്നു കഴിഞ്ഞ സെക്ഷനിൽ.
ഈ ഒരു സബ്സ്ക്രിപ്റ്റ് റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണോ അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ ഒരു മോളിക്യൂളിൽ എത്ര എണ്ണം ആറ്റംസ് ഉണ്ട് എന്നുള്ള നമ്പറാണ് അവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് പറഞ്ഞു. സോ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ നോക്കുക, ലെഫ്റ്റ് സൈഡിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എത്ര മോളിക്യൂൾസ് ഉണ്ട് എന്നുള്ളതാണ് ലെഫ്റ്റ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 1O2 എന്നാണ് എഴുതുന്നതെങ്കിൽ ഇത് 1 മോളിക്യൂൾ, ഓക്സിജൻ്റെ 1 മോളിക്യൂളാണ് 1O2 എന്ന് പറഞ്ഞാൽ. 2O2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ 2O2 എന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ 2 മോളിക്യൂൾസ് എന്നാണ് ഇതിന് മീനിങ്. അതായത് ഈ 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോളിക്യൂൾസിനെയും ഈ 2 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ആ മോളിക്യൂൾസിലുള്ള ആറ്റംസിൻ്റെ എണ്ണവുമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ലെഫ്റ്റ് സൈഡിൽ ഒരു കോയിഫിഷ്യൻ്റായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് മോളിക്യൂളിൻ്റെ നമ്പറാണ് ഈ ലെഫ്റ്റ് സൈഡിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. റൈറ്റ് സൈഡിൽ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അതിലടങ്ങിയിട്ടുള്ള ആറ്റംസിൻ്റെ എണ്ണമാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ ഈ കേസ് നമുക്ക് നോക്കാം. ഇതിൽ ഫസ്റ്റ് ഹീലിയത്തിൻ്റെ കേസിൽ അവിടെ ഹീലിയം 1 ഇവിടെ എത്ര മോളിക്യൂളിനെന്ന് ചോദിച്ചാൽ എത്ര മോളിക്യൂളാണ് ഹീലിയം വരുന്നത്? മോളിക്യൂള് 1 വരുന്നത്, ആറ്റം 1 തന്നെയാണ് വരുന്നത്. 1 മോളിക്യൂൾ ഹീലിയമാണ്, അതിൽ 1 ആറ്റമാണ് വരുന്നത്. അത് ഒരു ആറ്റം അടങ്ങിയുള്ള ഹീലിയത്തിൻ്റെ മോളിക്യൂളിനെയും ഹീലിയത്തിൻ്റെ ആറ്റത്തിനും നമ്മൾ ഒരേ രീതിയിൽ റെപ്രസെൻറ്റ് ചെയ്യാൻ സിംഗിൾ ആറ്റം മോണോ ആറ്റോമിക് മോളിക്യൂളാണ് ഹീലിയം എന്ന് പറയുന്നത്. ഇനി ഇവിടെ കേസ് ഓക്സിജൻ്റെ കേസ് ആണെങ്കിൽ ഇവിടെ എത്ര ഓക്സിജൻ മോളിക്യൂൾസ് ഉണ്ട്? ഓക്സിജൻ മോളിക്യൂളാണ് ലെഫ്റ്റ് സൈഡിൽ 1 കൊടുക്കുന്നത്. സോ അവിടെ ഓക്സിജൻ മോളിക്യൂൾ 1 ഒരു മോളിക്യൂളാണുള്ളത് ഓക്സിജൻ്റെ. പക്ഷേ എത്ര ആറ്റം, ആ ഒരു മോളിക്യൂൾ എത്ര ഓക്സിജൻ ആറ്റം വരുന്നുണ്ട് അത് കണ്ടെത്താൻ നമുക്ക് ഈ സബ്സ്ക്രിപ്റ്റ് ആയിട്ട് എന്താണോ നമ്പർ കൊടുത്തുള്ളത് അത്രത്തോളം ഓക്സിജൻ ആറ്റംസ് ആ ഒരു മോളിക്യൂൾ ഉണ്ടായിരിക്കും. സോ ഇവിടെ 2 ആണ് കൊടുത്തുള്ളത്. സോ ആറ്റംസിൻ്റെ എണ്ണം, ഓക്സിജൻ മോളിക്യൂളിലുള്ള ആറ്റംസിൻ്റെ എണ്ണം 2 ആണ്. ഇനി ഹൈഡ്രജൻ്റെ കേസിലും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഇൻഡിക്കേറ്റ് ചെയ്ത നമ്പർ 1 ആണ്. അതായത് 1 ഓക്സിജൻ ഹൈഡ്രജൻ മോളിക്യൂളാണ് അവിടെ ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. സോ അതിൽ 1 ഹൈഡ്രജൻ മോളിക്യൂളിൽ എത്ര ആറ്റംസ് വരുന്നുണ്ട്? ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്ന നമ്പർ 2 ആയതുകൊണ്ട് തന്നെ 1 ഹൈഡ്രജൻ മോളിക്യൂളിൽ 2 ഹൈഡ്രജൻ ആറ്റംസ് വരുന്നുണ്ട്. സൾഫറിൻ്റെ കേസിൽ ഇത് എത്ര മോളിക്യൂളാണ്? ഇവിടെ ഏത് നമ്പറാണ് കൊടുത്തിട്ടുള്ളത്? 1 ആണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ മോളിക്യൂളിൽ എത്ര മോളിക്യൂളേ ഉള്ളൂ? 1 മോളിക്യൂൾ മാത്രമേ ഉള്ളൂ. 1 മോളിക്യൂളിൽ എത്ര ആറ്റംസ് വരുന്നുണ്ട്? സൾഫറിൻ്റെ എത്ര ആറ്റംസ് വരുന്നുണ്ട്? 8 ആറ്റംസ് വരുന്നുണ്ട്. ഇവിടെ 8 ആണ് കൂടുതൽ. സബ്സ്ക്രിപ്റ്റ് ആയിട്ട് കൂടുതൽ നമ്പർ 8 ആണ്. സോ 8 ആറ്റംസ് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് മോളിക്യൂൾസിൻ്റെയും ആറ്റംസിൻ്റെയും നമ്പർ നമുക്ക് കണ്ടെത്താൻ വേണ്ടി സാധിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ സിമ്പിൾസ് വരുന്നതും അതുപോലെ നെയിംസിൻ്റെ ഒറിജിനൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഇവ യൂസ് ചെയ്യുന്നതെല്ലാം ആ എലമെൻസിൻ്റെ സിമ്പിളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് നിങ്ങൾക്കൊരു നമുക്ക് ചെറിയൊരു മോണാറ്റോമിക്, ഡയോറ്റോമിക്, പോളിയാറ്റോമിക് ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതിന് ബേസ് ചെയ്ത ഒരു ആക്ടിവിറ്റി നമുക്ക് നോക്കാം. അതിൽ സം എലമെൻറ്റ്സ് സിമ്പിൾ കൊടുത്തിട്ടുണ്ട്. H2, Cl2 പറഞ്ഞാൽ ക്ലോറിനാണ്. P4, O2, S8 ഹീലിയം, ആർഗൺ AR. ഇതിനെ നിങ്ങളോട് ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞത്. ക്ലാസിഫൈ ദ ഫോളോയിങ് മോളിക്യൂൾ ഇൻ ടു മോണോആറ്റോമിക് മോളിക്യൂൾസ്, ഡൈആറ്റോമിക് മോളിക്യൂൾസ് ആൻഡ് പോളിആറ്റോമിക് മോളിക്യൂൾസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യണം. അപ്പോൾ ഇതിൽ നമുക്കൊന്ന് ക്ലാസിഫൈ ചെയ്ത് നോക്കാം. ഇത് മോണോ ആറ്റോമിക്, ഡൈആറ്റോമിക്, ദെൻ പോളി ആറ്റോമിക്. ഇതിൽ ഏതൊക്കെയാണ് മോണോ ആറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസ്? സിംഗിൾ ആറ്റം ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എക്സിസ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന മോളിക്യൂൾസിൽ ഏതൊക്കെയാണ്? ഹീലിയവും ആർഗോണാണ് ഇതിലെ മോണോ ആറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത്. ഡൈആറ്റോമിക്കോ ഒരു മോളിക്യൂൾ, അതായത് 2 ആറ്റംസ് ചേർന്നിട്ടുള്ള മോളിക്യൂൾസ് ഫോം ചെയ്തിട്ടുള്ളത് ഏതിനൊക്കെയാണ്? H2, Cl2, O2. സോ H2, Cl2, O2 ഡൈആറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസാണ്. പോളിആറ്റോമിക് 2ൽ കൂടുതൽ ആറ്റംസ് കമ്പൈൻ ചെയ്ത് മോളിക്യൂൾസ് ഫോം ചെയ്തിട്ടുള്ളത് ഏതിനൊക്കെയാണ്? S8, P4. സോ സൾഫറും ഫോസ്ഫറസും ആണ് പോളിആറ്റോമിക് ആയിട്ടുള്ള മോളിക്യൂൾസ് എന്ന് പറയുന്നത്. സോ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ വൈൻഡ് അപ്പ് ചെയ്യാം. ഹാവ് എ നൈസ് ഡേ.